നമസ്കാരം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കാണിച്ചുകൂട്ടുന്ന നെറുകേടുകൾക്ക് ഒരു കണക്കുമില്ലെന്നുള്ളതാണ് സത്യം. ഇമ്രാൻഖാൻ വഴി തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അടുത്തിടെയായി പുറത്തുവരുന്നുണ്ട്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് ജയിലിൽ മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളാണ് നേരിടേണ്ടി വരുന്നതെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാക് രാഷ്ട്രീയത്തിൽ ഇത് വൻ കോളിളക്കം സൃഷ്ടിക്കുന്നുണ്ട്. താൻ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ ജയിൽവാസം അനുഭവിക്കുകയാണെന്ന് ഇമ്രാൻഖാൻ തന്നെ വെളിപ്പെടുത്തിയതായാണ് വിവരം. കുടിവെള്ളം പോലും വൃത്തിയില്ലാത്തതാണെന്നും പാകിസ്ഥാൻ ഭരണകൂടം തന്നോട് ചെയ്യുന്നത് കടുത്ത അനീതിയാണെന്നും ഇമ്രാൻഖാൻ ഹൃദയം നുറുങ്ങി പറഞ്ഞതായി അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നു. ഷഹബാസ് ഷെരീഫ് സർക്കാരിന്റെ പ്രതികാര നടപടികളാണ് ഇതിന് പിന്നിലെന്നാണ് വിവരം. അടിയായിലെ ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന് ശുദ്ധമായ കുടിവെള്ളം പോലും ലഭ്യമല്ലെന്നാണ് റിപ്പോർട്ടുകൾ. പ്രഭാത കർമ്മങ്ങൾക്കായി നൽകുന്ന വെള്ളം പോലും ചെളിയും അഴുക്കും നിറഞ്ഞതാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ഇത് ഒരു മനുഷ്യന് പോലും ഉപയോഗിക്കാൻ പറ്റാത്തതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. പുസ്തകങ്ങളും പത്രങ്ങളും മാസങ്ങളായി തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും ടിവിയോ മറ്റ് വിനോദങ്ങളോ ലഭ്യമല്ലെന്നും ഇമ്രാൻഖാൻ പറയുന്നു. ജയിൽ നിയമപ്രകാരം സാധാരണ തടവുകാർക്ക് ലഭിക്കേണ്ട ഏറ്റവും കുറഞ്ഞ സൗകര്യങ്ങൾ പോലും തനിക്ക് നിഷേധിക്കപ്പെടുകയാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഇത് പലതവണ ഉയർന്നിട്ടുള്ള ആരോപണം കൂടെയാണ്. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ ജയിൽവാസമാണ് താൻ അനുഭവിക്കുന്നതെന്ന് ഇമ്രാൻഖാൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ അറിയിച്ചു. ഭരണഘടനയുടെ പരമാധികാരത്തിനും രാജ്യസേവനത്തിനും വേണ്ടിയാണ് താൻ ഈ പീഡനങ്ങൾ സഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനും താൻ ഇപ്പോൾ അനുഭവിക്കുന്ന തരത്തിലുള്ള ദുരിതങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം അഴിമതി കേസുകളിൽ പ്രതിയായിരുന്ന മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ജയിലിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു എന്നും ഇമ്രാൻഖാൻ ഓർമ്മിപ്പിച്ചു. ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷ്ര ബീവിയും ജയിലിൽ മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളിലാണ് കഴിയുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. രാഷ്ട്രീയത്തിൽ സജീവമല്ലാതെ നിരപരാധിയായ ബുഷ്ര ബീവിയോട് ക്രൂരമായി പെരുമാറുന്നത് ഇമ്രാൻഖാനെ മാനസികമായി തളർത്താനുള്ള തന്ത്രമാണെന്നും പാകിസ്ഥാൻ തെഹീകെ ഇൻസാഫ് പാർട്ടി ആരോപിക്കുന്നു. ഇമ്രാൻഖാനെതിരായ കേസുകളും അദ്ദേഹത്തിനുള്ള ജയിൽവാസത്തിലെ ക്രൂരതകളും ഷഹബാസ് ഷെരീഫ് സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് PTI നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നു. 2022 അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ഇമ്രാൻഖാനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും അവർ ആരോപിക്കുന്നു. ജനാധിപത്യത്തെയും നിയമവാഴ്ചയും അട്ടിമറിച്ച് ഒരു മുൻ പ്രധാനമന്ത്രിയോട് കാണിക്കുന്ന ഈ ക്രൂരതകൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ശക്തമായി പ്രതികരിക്കണമെന്ന് PTI ആവശ്യപ്പെടുന്നു. ഇമ്രാൻഖാന്റെ മക്കളും അദ്ദേഹത്തിന്റെ മോചനത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കൂടാതെ ഷഹബാസ് ഷെരീഫ് സർക്കാർ നീതിന്യായ വ്യവസ്ഥയെ തകർക്കുകയാണെന്ന് ഇമ്രാൻഖാൻ വിമർശിച്ചു. പക്ഷപാതപരമായി നീതിപീഠങ്ങൾ വിധികൾ പുറപ്പെടുവിക്കുന്നത് രാജ്യം മുഴുവൻ കാണുന്നുണ്ടെന്നും നീതിന്യായ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു രാജ്യത്തിനും നിലനിൽക്കാനോ പുരോഗമിക്കാനോ കഴിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.